ഗുഡ് മോർണിംഗ് ഓൾ. പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസേഷണൽ പെർഫോമൻസ് എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വിഷൻ എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ മിഷൻ, എന്താണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Mission or purpose is a precise description of what an organization does. എന്താണ് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ കറൻ്റ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ് എന്താണ് എന്നുള്ള കാര്യം പ്രിസൈസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് മിഷൻ അല്ലെങ്കിൽ പർപ്പസ്. ദ മിഷൻ ഷുഡ് ബി ഡിസ്ക്രൈബ് ദ ബിസിനസ് ദ ഓർഗനൈസേഷൻ ഈസ് ഇൻ. ഏത് ബിസിനസ്സിലാണോ ഓർഗനൈസേഷൻ ഇപ്പോൾ ഉള്ളത് ആ ബിസിനസ്സിനെയാണ് മിഷൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ മിഷൻ ഈസ് എ ഡെഫിനിഷൻ ഓഫ് വൈ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് കറൻ്റ്ലി. അപ്പോൾ എന്തിനാണ് ഈ ഓർഗനൈസേഷൻ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത് എന്നതാണ് മിഷൻ പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ വിഷൻ ഇതാണ്: ഭാവിയിൽ എല്ലാ ആളുകളെയും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനെയും അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ എത്തിക്കുക എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് ഇന്ന് മൈക്രോസോഫ്റ്റിൻ്റെ മിഷൻ എന്താണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: അവർ മിഷൻ ഈസ് ടു എംപവർ എവറി പേഴ്സൺ ആൻഡ് എവറി ഓർഗനൈസേഷൻ ഓൺ ദ പ്ലാനറ്റ് ടു അച്ചീവ് മോർ. എന്താണ് അവരുടെ മിഷൻ, അല്ലെങ്കിൽ അവരിപ്പം വർക്ക് ചെയ്യുന്ന ബിസിനസ്സിനുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനെയും അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. മീൻസ് അവരെ എല്ലാ കാര്യങ്ങളിലും ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചീവ് മോർ, ആളുകൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റിൻ്റെ മിഷൻ. അപ്പോൾ ഭാവിയിൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ വിഷൻ. ഇപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൊടുത്ത് അവർക്ക് കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റിൻ്റെ മിഷൻ. നമുക്ക് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എക്സാമ്പിളായിട്ട് നോക്കാം. ഗൂഗിളിൻ്റെ വിഷനും മിഷനും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഗൂഗിൾസ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ടു ഓർഗനൈസ് ദ വേൾഡ്സ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഇറ്റ് യൂണിവേഴ്സലി ആക്സസിബിൾ ആൻഡ് യൂസ്ഫുൾ. ഗൂഗിൾ ഇപ്പം ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് അതിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഓർഗനൈസ് വേൾഡ്സ് ഇൻഫർമേഷൻ, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക. ആൻഡ് മേക്ക് ഇറ്റ് യൂണിവേഴ്സലി ആക്സസിബിൾ ആൻഡ് യൂസ്ഫുൾ. ഇനി യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ യൂണിവേഴ്സിറ്റിയിൽ എവിടെ നിന്ന് സെർച്ച് ചെയ്താലും ആക്സസ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതിന് അവൈലബിൾ ആക്കുക. അതാണ് ഗൂഗിളിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അവർ മിഷൻ ഈസ് ടു ഓർഗനൈസ് ദ വേൾഡ്സ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഇറ്റ് യൂണിവേഴ്സലി ആക്സസിബിൾ ആൻഡ് യൂസ്ഫുൾ. ഗൂഗിളിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മീൻസ് ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ലോങ് റണ്ണിൽ എന്തായി തീരാനാണ് ആഗ്രഹിച്ചിരുന്നത് നോക്കാം. ടു പ്രൊവൈഡ് എൻ ഇമ്പോർട്ടൻറ്റ് സർവീസ് ടു ദി വേൾഡ് ഇൻസ്റ്റൻ്റ്ലി ഡെലിവറിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ വിർച്വലി എനി ടോപ്പിക്. നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഗൂഗിൾ പറഞ്ഞത് ഇതാണ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിന് മൊത്തം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇൻസ്റ്റൻ്റ്ലി ഡെലിവറിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ. എല്ലാ സമയത്തും അവർ യൂസേഴ്സ് ചോദിക്കുന്ന ഇൻഫർമേഷൻസ്, റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡെലിവർ ചെയ്തുകൊണ്ട് വിർച്വലി എനി ടോപ്പിക്, ഏത് ടോപ്പിക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഗൂഗിൾ അതിൻ്റെ വിഷനിലേക്ക് ഏകദേശം എത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോഴും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം ഗൂഗിളിൻ്റെ വിഷനും മിഷനും നോക്കാം. മിഷൻ മീൻസ് അവരെന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. മിഷൻ മീൻസ് അവരെന്ത് ബിസിനസ്സാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നു. നെക്സ്റ്റ് വിഷൻ മീൻസ് എന്താണ്? അവർ ലോങ് റണ്ണിലേക്കുള്ള അവരുടെ ലക്ഷ്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക്
മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നാച്ചർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടോപ്പിക്ക് നാച്ചർ ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, it specify the role which the organization play in the society. ഓർഗനൈസേഷൻ സൊസൈറ്റിയിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, ഇറ്റ് റിലേറ്റ്സ് ടു ടോപ്പ് മാനേജ്മെൻറ്റ് വാല്യൂസ്. മിഷൻ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ മിഷൻ എന്തായിരിക്കണം എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ വാല്യൂസുമായിട്ടാണ്. കാരണം ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ബിസിനസ്സിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ വാല്യൂസ് റിലേറ്റഡ് ആയിരിക്കും ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്ന മിഷൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇറ്റ് റിഫ്ലെക്ട്സ് കോർപ്പറേറ്റ് ഫിലോസഫി ആൻഡ് ഇമേജ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കണം എന്നും അതുപോലെ തന്നെ അതിൻ്റെ കോർപ്പറേറ്റ്, അതിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള ഫിലോസഫി എന്താണെന്നുള്ളതും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. ലാസ്റ്റ് വൺ, ഇറ്റ് പെർമിറ്റ്സ് സൊസൈറ്റിക്കൽ എക്സിസ്റ്റൻസ്. സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് ലീഗലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സാണ് മിഷൻ എന്ന് പറയുന്നത്. അപ്പം ലീഗലി സോഷ്യലി എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ബിസിനസ്സിനെ സഹായിക്കുന്നതും മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ. ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും മിഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. അത് റിയലിസ്റ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതേണ്ടത്. നെക്സ്റ്റ്, ദ മിഷൻ ഷുഡ് നൈദർ ബി ടു ബ്രോഡ് ഓർ നോട്ട് ടു ബി ടു നാരോ. ഒരുപാട് വലിയ രീതിയിൽ ഒരുപാട് ബ്രോഡായിട്ടും മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നാരോ ആയിട്ടും ഒരിക്കലും മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യരുത്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ മിഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ്, നാരോ ആയിട്ട് വളരെ കുറച്ച് ചെറിയ രീതിയിൽ ഇന്ന ചെറിയൊരു കാര്യം മാത്രമാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വലിയ രീതിയിൽ ബ്രോഡായിട്ട് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരുപാട് നാരോ ആയിട്ട് സെറ്റ് ചെയ്യരുത് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. വൺ, ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിരിക്കണം. വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നോക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാവണം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ കോപ്പി അടിച്ചിട്ടുള്ള ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഡൈനാമിക്. നമുക്കറിയാം ബിസിനസ്സിൻ്റെ സറൗണ്ടിങ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡൈനാമിക് ആയിരിക്കണം ഒരു ബിസിനസ്സിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് മോട്ടിവേറ്റ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പം മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബെറ്റർ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അത് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.